ജമന്തി അമ്മ അമ്മ ഞാൻ അറിഞ്ഞോ അമ്മ എന്തേ അവിടെ ഉണ്ട്. അമ്മാവൻ വിളിച്ചിട്ടേ ഭയങ്കര പരിഭവം. എന്താ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാത്തെ? ഇവിടെ അളിയന്മാര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലേന്ന്. ഓ അപ്പൊ ഞങ്ങള് നല്ല രീതിയിൽ പോകുന്നത് അമ്മാവനും താല്പര്യമില്ല. അതല്ല ഏട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴാണല്ലോ ആദ്യം പിടിച്ച് അങ്ങോട്ട് തുരിതുരാന്ന് വിളിക്കണേ. അതുകൊണ്ട് അമ്മാവൻ അങ്ങനെ പറഞ്ഞായിരിക്കും. അല്ലെങ്കിലും ക്ലീറ്റസ് ആയിട്ട് ഗുസ്തി പിടിക്കാത്തതുകൊണ്ട് ഇപ്പൊ എന്തോന്നാവോ മനസ്സിന് തീരെ സുഖമില്ല. പോയിട്ടാ അവിടുന്ന്. ക്ലീറ്റസ് ചേട്ടൻ ഇപ്പൊ എന്തോ വലിയ തിരക്കിലാ. രാവിലെ കറക്റ്റ് ആയിട്ട് പോവും, വൈകിട്ട് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. പാവം രക്ഷപ്പെട്ടാ മതിയായിരുന്നു. എന്താ ഇങ്ങനെ നടക്കുന്നവരൊക്കെ ആയിട്ടാ പിന്നീട് മന്ത്രിമാരൊക്കെ ആവുന്നേ. ഏട്ടനെ അപ്പൊ ഞെട്ടും. അവൻ മന്ത്രിയോ MLA ഒക്കെ ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. പക്ഷേ അവന്റെ ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് അവൻ ഒരിക്കലും മന്ത്രി MLA ഒന്നും ആവില്ല. കാരണം അതിനുള്ള ബുദ്ധി ഇല്ല. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്ത് പറയരുത്? വലിയ ബുദ്ധിയുള്ള ആൾക്കാർ മാത്രമാണോ മന്ത്രിമാരാവണേ? അല്ല അങ്ങനെയല്ല. ഞാൻ ഇറങ്ങുന്നേ. അളിയാ എവിടെ പോണ അളിയാ? വെള്ളയും വെള്ളക്കെട്ട് ആരെ വിളിപ്പിക്കാൻ പോണ്? എന്റെ പാർട്ടിങ്ങാനും പിളരുവോ അതോ മന്ത്രിസഭ ഇടിഞ്ഞ് താഴെ വീഴുവോ? അറിഞ്ഞില്ലേ എന്റെ പാർട്ടി പിളർന്ന്? അത് ഞാൻ ഒട്ടിക്കാൻ പോണടാ. ആണോ? നീ വരുന്ന? ഇല്ലില്ല, നന്നായി ഒട്ടിക്കണട്ടാ. ചേട്ടാ കൂടുതൽ അഹങ്കാരം കാണിക്കല്ലേ അളിയാ നീ? എടാ ഞാൻ എങ്ങനെ അഹങ്കാരം കാണിക്കാതിരിക്കടാ? നിന്നെ പോലെ ഒരു അളി എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അഹങ്കാരത്തിന് എന്താ കുറവ്? നന്നായിട്ട് കാണിക്കാമല്ലോ. യമന്തി ഇവനുണ്ടല്ലോ ഇവൻ എന്തോ വലുത് വരാൻ പോവാണ്, നീ സൂക്ഷിച്ചോ. എനിക്കിനി ഇതിന് വലുത് എന്ത് വരാനാടാ? നീ വന്നില്ലേ, അത് പോരെ. നിനക്ക് എന്തിന്റെ കുഴപ്പമാടാ രാവിലെ? എന്താണ്? നീ അധികം നെകളിക്കണ്ട, തറയിൽ നിന്നാ മതി, ഇല്ലെങ്കിൽ ഞാൻ 8ന്റെ പണി തരുവേ. അയ്യോ എനിക്ക് തറയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ലൈൻമാൻ അല്ലേ, എനിക്ക് പോസ്റ്റിന് വിളിക്കാറുണ്ടേ. അപ്പൊ നീ ലൈൻമാൻ ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. അത് മറക്കണ്ട നീ. ഒട്ടും മറക്കൂല. ക്ലീറ്റോയോട് കളിക്കരുത്. ക്ലീറ്റ ഒരു വാക്ക് പറഞ്ഞോണ്ടല്ലോ പിന്നെ ഭയങ്കരായിരിക്കും. എന്താടാ എടാ നിനക്ക് എടാ എന്റെ പിള്ളേരോട് ഒരു വാക്ക് പറഞ്ഞോണ്ടല്ലോ നീ നിന്റെ വിളിച്ചോണ്ട് പോവച്ചവനെ രാവിലെ അവന്റെ പളവളത്തെ മോന്തയായിട്ട്. നീ പാട്. ഞാനേ ഒരു നല്ല കാര്യത്തിന് പോകും, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. നല്ല കാര്യത്തിന് പോണ നീയാ? എന്താടാ എടി നല്ല കാര്യത്തിന് പോണെന്ന്. എന്താടാ നീ മാത്രമേ ഉള്ളൂടാ ഇവിടെ പുണ്യാളൻ? ബാക്കിയുള്ള ഇവനെന്താന്നറിയില്ല, ഇവന് പ്രാന്താ. നിനക്ക് എന്താ കനക? എന്താണ്? ചുമ്മാ ആള് വെറുതെ. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അതിന്. നിന്നോട് ദൈവം ചോദിക്കൂട്ടെ പാവത്തിന് ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അയ്യോ പാവോ ഇവനാ? എടി അവൻ പാവാണെന്ന്. ഞാൻ പാവണോ അല്ലേതെ വൈകുന്നേരം വന്നിട്ട് ഞാൻ കാണിച്ചു തരണുണ്ട്. ആയിക്കോട്ടെ, ഞാനൊരു നല്ല വഴിക്ക് പോവുക. ഓക്കെ ഓക്കെ. സമാധാനായപ്പോ കുറുത്തിരിക്കണ മനുഷ്യന്റെ വായിൽ കോലിട്ട് ഇളക്കിക്കൊന്നു. എന്താന്നറിയില്ല, അപ്പൊ നല്ലൊരു ബിരിയാണി കഴിച്ച ആശ്വാസം ഉണ്ട്. ആ ഫാസിൽ വരെ സമയമുണ്ട്, വാ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. കേറി പോടാ ട്രാൻസ്ഫോമർ കള്ള. നിനക്ക് എന്താ കനക? എന്ത്? ഞാൻ പറഞ്ഞ എന്റെ അളിയനോടല്ലേ, നിനക്ക് എന്താണ്? നീ കയറിപ്പോ. ആണോ? അപ്പൊ വൈകുന്നേരം വരുമ്പോ ബാക്കിയും കൂടി കേൾക്കും. അപ്പൊ എന്നെ തങ്കം തങ്കം വിളിക്കരുത്. അയ്യോ പിന്നെ നീ എന്താ പണിക്കുമ്പോഴൊന്നും പോണില്ലേ? ആ പോവാണ്. പോകുന്നത് വരെയൊക്കെയുള്ള ഒരു ടൈം പാസ്. അത് പാവായതുകൊണ്ടാട്ടോ നിന്റെ കളി. പിന്നെ ഭയങ്കര പാവല്ലേ മുതല്. സമാധാനായോ നിങ്ങൾക്ക്? ഇനി ഫാസിൽ വരട്ടെ. പാവ ആ ക്ലീറ്റോ ചേട്ടനെ ദേഷ്യം പിടിപ്പിച്ചു. അതേതാണ്ട് നല്ല കാര്യത്തിന് പോണതാ. നീ വേറെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഒന്നുമില്ല, ആകെ വന്നിട്ട്. അതാണ് ക്ലീറ്റസ് തെറിയും പറഞ്ഞിട്ട് എന്നെയും പറഞ്ഞല്ല. എന്തിന്? എന്താന്നറിയാൻ പാടില്ല, ഭയങ്കര തെറി. രാവിലെ 2 ഡോസർ കൊടുത്തിട്ടുണ്ട്, അതാണ്. അതിന്റെയാണ്. അത് ഫാസിലിനുള്ളതല്ല, ഏട്ടനുള്ളതാ. എന്താ ലേറ്റ് ആയേ? ലേറ്റ് ആയതാ? ക്ലീറ്റസിന്റെ തെറി സഹിക്കാല്ല. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോ തുടങ്ങും 2 നാടകത്തില് ഡയലോഗ് പറയണ പോലെ അങ്ങാനും കാണും തെറി പറയണത്. ലേറ്റ് ആയതാ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. സാരില്ല. അവനേ 2 പറയണോ? അവൻ 2 പറയണ പോണോ? അല്ല ശരിയാവൂല. നടരാജ, നീ ഇങ്ങനെ നടന്നോണ്ട് ഒരു കാര്യമില്ല കേട്ടാ. എന്താ നടത്തത്തിനൊരു കുഴപ്പം? നീ കുറച്ചുകൂടെ മുന്നിലെത്തണോടെ കാര്യങ്ങൾക്ക്. പൊട്ട അതല്ല, ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകാനല്ല പറഞ്ഞ. കാര്യങ്ങൾ ചെയ്യുമ്പോ കുറച്ചുകൂടെ ഊർജ്ജസ്വലനാവണമെന്ന്. ഓ എന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ പറച്ചില് മാത്രമേ ഉള്ളൂ.
കാര്യങ്ങൾക്കൊന്നും നിനക്കൊരു ശുഷ്കാന്തി ഇല്ല. ക്ലീറ്റോടെ സഹായവും ഉപദേശമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രി വരാം. അയ്യോ, നീ അത്രയങ്ങ് മുകളിലൊന്നും പോണ്ട കേട്ടാ. ആദ്യം നീ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ ഒരു ചെറിയ സ്ഥാനം ഉണ്ടാക്കി എടുക്കാൻ നോക്ക്. അത് ഞാൻ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നീ പ്രധാനമന്ത്രി പദം ആഗ്രഹിക്കണേന് കുഴപ്പമില്ല കേട്ടാ. അത് നീ അത്രയങ്ങ് മുകളിലൊന്നും ആഗ്രഹിക്കണ്ട. ഇവിടുത്തെ ചെറിയൊരു MLA യോ ഒരു മന്ത്രി വരെയൊക്കെ ആഗ്രഹിക്കും. പ്രധാനമന്ത്രി അത് കൂടി പോകും. ആ അതെ, നീ ഒരു കാര്യം ചെയ്യാനുള്ളത്, നാളെ മുതൽ നീ രാവിലെ ഒരു 6 ഹലോ ഹലോ ആഹാ ഈ ഞാൻ പേച്ചിക്ക് മരപ്പെട്ടി വീട്ടിൽ കൊള്ളാം. നീ വീട്ടിൽ ചൊറിഞ്ഞത് പോരാത്തോ റോട്ടി ഇറങ്ങി ചൊറിയാൻ വന്നേക്കണേ. അതെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നീ എന്തിനാ ഫാസിലിനെ തെറി വിളിച്ചതെന്ന്? നിന്നെ ഞാൻ ഇപ്പൊ തെറി വിളിച്ചടാ. എപ്പോ തെറി വിളിച്ചെന്നാ? എടാ ഞാൻ രാവിലെ അങ്ങോട്ട് വരുമ്പോ നീ എന്നെ തിരിഞ്ഞും തെറി പറഞ്ഞില്ലേ? അയ്യോ, മനുഷ്യനിപ്പോ സംസാരിക്കാനും പോയാതായ. നീ തെറി പറഞ്ഞോണ്ടോ സംസാരിക്കണേ? എടാ, ഞാൻ ചിലപ്പോ തെറി പറഞ്ഞ് സംസാരിക്കും, ചിലപ്പോ ഞാൻ തെറി പറഞ്ഞ് പാട്ട് പാടാം. അതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? പിന്നെ അതൊന്നും വേണ്ട. കനക, കൂടുതൽ ചൊറിയാൻ നിൽക്കല്ലേ. ഞാനൊരു നല്ല കാര്യത്തിൽ ഇറങ്ങാൻ നിന്നോട് നേരത്തെ പറഞ്ഞു കേട്ടാ. നിന്റെ ആ നല്ല കാര്യം നടക്കൂല. അറിയാ, നീ വന്നടാ. നാടുണ്ടോ നടരാജ? ഇവന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നീ ഒരു ബ്രാഞ്ചിലെ മെമ്പർ പോലും ആവൂല. മെമ്പർ അവൻ എന്താവൂലെന്നൊക്കെ ഞാൻ കാണിച്ചു തരാടാ നിനക്ക്. കേട്ടാ, നീ എന്നെ പ്രസിഡന്റ് നമസ്കാരം. വരണ്ടേ? മാറ്റി വെച്ചോ? അല്ല, ഞാൻ വെറുതെ ഒന്ന് അതുവരെ വന്ന് കണ്ടിട്ട് വേണ്ടേ? എന്തായി ചീറ്റിയാ? എന്തായി? നീ പോടാ നിന്റെ ജോലി നോക്കി. നല്ല കാര്യം നടക്കൂലേ? അത് കുളമായി. വണ്ടി വിട്. ഇവനെന്താടാ ക്ലീറ്റസ് ഒലക്ക വിഴിഞ്ഞ രാവിലെ? നീയൊക്കെ കറണ്ട് കളിക്കണമാരാണ്, സൂക്ഷിച്ചോ. എന്തിനാടാ വെറുതെ അവനായിട്ട് ഇളക്കണത്? രാവിലെ ഈ വായി നോക്കി കണി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എല്ലാ കാര്യം കൊളാവുന്നു. നാണമുണ്ടോ ഇവന്റെയൊക്കെ വായിരിക്കുന്നതൊക്കെ കേൾക്കാൻ? വേറെ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് ചെന്നോ. ഇന്നിപ്പോ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല. എനിക്കാണെങ്കിലേ മൂടില്ല, ഞാൻ പോവാ. അല്ല ക്ലീറ്റോ, ഇതിലേ ആരാ ഈനാ പേച്ചി മരപ്പെട്ടി? ഓളെ മരപ്പെട്ടി. അപ്പോ ക്ലീറ്റോ ആണ് ഈനാ പേച്ചി. എനിക്ക് അപ്പോഴേ തോന്നി. അന്ന് വന്ന് മനുഷ്യന് റോഡിന് സ്വസ്ഥത തരാതെ അയക്കാം. വെള്ളം എടുത്ത് ചെന്നാടി കുഴപ്പം. മനുഷ്യൻ രാജ്യം മരിക്കണതിന് മുമ്പ് ഒരു വെള്ളം കുടിച്ച് മരിക്കാന്ന് വെച്ചാൽ ഈ വീട്ടിൽ നടക്കൂല. ഒരു സ്വസ്ഥതയില്ലാത്തൊരു വീടായി പോയി. എന്താ പ്രശ്നം? പ്രശ്നം കുന്താ. റോഡിൽ ഇറങ്ങിയ അനുഭവിക്കും. നീ നോക്കിക്കോ. ഇതുപോലെ നിഷ്കളങ്കനായ ഒരുത്തന്റെ മനസ്സ് വേദനിപ്പിച്ചാണല്ലോ അവൻ അനുഭവിക്കും. കനകനല്ലേ? അപ്പൊ അറിയാം. പിന്നെ സന്തോഷം. അല്ല, എന്തോ പാർട്ടി പിളക്കണ എന്തോ തീരുമാനം ഉണ്ടാകുന്നോ? ഭൂമി താഴത്തോട്ട് വീഴുന്നൊക്കെ തീരുമാനങ്ങളെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്നെടുത്തോളാം. ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മതി എന്നുള്ളത്. ആര് വേണം, ഞാൻ വേണോ അവൻ വേണോ, നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചോ? എല്ലാരും പറയാവോ മതി എന്ന് പറയും. കണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ ജീവിക്കണത്. ക്ലീറ്റ മുണ്ട് ഷർട്ട് മാറി ഇടാന്നിട്ട് ബാ നമുക്ക് ചായ കുടിക്കാം. ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണത് ഞാൻ തീരുമാനിച്ചോളടി. അവളെന്നെ ഉപദേശിക്കാൻ വന്നേക്കണ്. നിന്റെ ആംഗിളെ പോയി ഉപദേശിക്കുന്നേ. എന്ത് ചിരിക്കലേ തങ്ങി? ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറ. എനിക്ക് ആ പാടെ പാർട്ടിയിൽ എന്നെ ഇച്ചിരി വില കൽപ്പിക്കണ ഒരുത്തരായിരുന്നു ആ നടരാജ്. അവന്റെ മുമ്പ് വെച്ച് എന്നെ അപമാനിച്ചവൻ ദ്രോഹി. അത് മോശമായി. ഒരു കാര്യം ചെയ്യാം, ഇതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഒന്നും പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞുതരാം. പറ്റുമോ നോക്ക്. രണ്ടുപേരും ഒരേ മാസ്ക് ഇടുക, എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കാതെ നടക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. വേണ്ടടി, വേണ്ട. നീ എന്റെ കഴുത്ത് വെട്ടിയെങ്കിൽ കേളാ. അപ്പൊ നിനക്ക് സന്തോഷമാവുമല്ല. നീ നിന്റെ ആങ്ങളുടെ മുഖം കണ്ടോണ്ടിരുന്നാ മതി. എന്നെ കാണണ്ട. എനിക്കറിയാം നിനക്കിപ്പോ എന്നെ വെറുപ്പാണെന്നുള്ളത്. അല്ലേ, ഞാൻ എങ്ങനെ നടരാജ എന്റെ മുഖത്ത് നോക്കിട്ട് അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. എന്നാലും അവന്റെ മുമ്പ് വെച്ച് എന്നാ ഇവനുണ്ടല്ലോ, ഇവൻ ഗതി പിടിക്കൂല. എന്താ ക്ലീറ്റോ ഇങ്ങനെ പ്രാകണത്? മനസ്സുമായിട്ടാണ് ഞാൻ പറയണത്. അവൻ ഗതി പിടിക്കൂലടി. എന്റെ ദൈവമേ, ഇങ്ങനൊരു അളിയനും അവനെ പോസ്റ്റിലൊക്കെ കയറണല്ലേ, കറണ്ടുമായിട്ടാണല്ലോ അവന്റെ പരിപാടിയൊക്കെ. തല്ലി കൊല്ലണ്ടടി. കർത്താവ് കൊടുത്തോളൂ അവനുള്ള പണി, ഞാൻ ചെയ്യണ്ട. ഇതുപോലെ ഒരു പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചേന്. ഗതി പിടിക്കൂലെന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ഗതി പിടിക്കൂലടി. നിങ്ങളിങ്ങനെ പറയാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ വരുന്നു. എനിക്ക് പറഞ്ഞാൽ ഞാൻ സഹിച്ചോളാം. എനിക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനെ പറയണ ഇഷ്ടമല്ലാന്ന്. ഓഹോ, ഇഷ്ടമല്ലേ നിനക്ക്? ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ നീ ഇഷ്ടമുള്ളടത്ത് ഇറങ്ങി പൊക്കോ. ഇറങ്ങി പോവാൻ പറയണതോടെ പറഞ്ഞോ. ഇപ്പൊ എങ്ങനെ ആശ്വാസം ഉണ്ടോ? അന്ന് അവിടെ ഇരിക്കി. നീ എന്നെ ഇരുത്തല്ലേ തങ്കം.
മതി. ആ എന്നാ അവിടെ നിക്ക്. എന്റെ അങ്ങനെയല്ലേ കർത്താവേ, മലയാളത്തിൽ പറഞ്ഞത്. ഏത് നേരത്താണോ എനിക്ക് അളിയനായി വന്നത്? ഗതി പിടിക്കല്ലേ കർത്താവേ, ഒരിക്കലും ഗതി പിടിക്കരുത്. അവൻ ഗതി പിടിക്കൂല, പേടിക്കണ്ട. ഓടി കയറി. ഓ നീ നിന്റെ ആങ്ങളെ പോയി അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി, എൻ്റെ അടുത്ത് സ്നേഹമൊന്നും കാണിക്കണ്ട. ക്ലീറ്റാനല്ലേ എനിക്കിഷ്ടം. ഓ നീ എന്നെ ഇഷ്ടപ്പെടണ്ട, എന്നെ ആരും ഇഷ്ടപ്പെടണ്ട. ഞാൻ ഇഷ്ടപ്പെടും. എനിക്കത് ഇഷ്ടമല്ല. എനിക്കിഷ്ടം. നീ ജോലിക്ക് പോ, വെള്ളം വേണോ? കൈവാക്കിന് നിൽക്കാതെ. പക്ഷെ ഭ്രാന്തെടുത്ത് തങ്കം പോ പോ പോ. വെള്ളം വേണോ? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇത്തിരി വിഷം താ പറ്റുമെങ്കിൽ. വിഷമില്ല. ഇതാടി നിനക്ക്. ഇതാടി. Alien versus Alien.